ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി വളരെ വ്യത്യസ്ത രീതിയിൽ ഒരു ക്യാബേജ് തോരനാണ്. ക്യാബേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിക്കോളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ക്യാബേജ് റെസിപ്പി നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു അടിപൊളി ക്യാബേജ് തോരൻ നമുക്ക് ഒന്ന് തയ്യാറാക്കിയിട്ട് വരാം കേട്ടോ. അതിനായിട്ട് നമുക്കൊരു കടായിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഓയിൽ ചൂടായതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂണ് കടുക് ഒന്ന് ചേർത്ത് അത് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഒപ്പത്തിൽ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വത്തലമുളക് തീരെ നൈസായിട്ട്, അതായത് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രഷ് ആയിട്ടുള്ളൊരു കരിവേപ്പില, നമ്മുടെ ഏറ്റവും ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു നമ്മുടെ കരിവേപ്പില ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആയതിനു ശേഷം ഞാനിവിടെ തീരെ നൈസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ ക്യാബേജ് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക്, അതായത് 2 കപ്പോളം ഉണ്ട്, അത് നമുക്ക് ഈ കടായിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്യാബേജ് നമ്മുടെ കടായിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യാനുസരിച്ച്, നമ്മുടെയൊക്കെ ഉപ്പ് സ്വാദനുസരിച്ച് അന്ന് ആഡ് ചെയ്തോളൂ. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു എണ്ണയും കടുകും കടലപ്പരിപ്പും എല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാം ഒരുമിച്ചൊന്ന് കൂട്ടി വെച്ച് തട്ടിപ്പൊത്തി വെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ഇതിൻ്റെ കൂട്ട് റെഡിയാക്കാം. ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നമ്മുടെ പൊട്ടുകടല ആഡ് ചെയ്ത് കൊടുക്കാം. ചമ്മന്തിക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ആ പൊട്ടുകടല ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു 4 വത്തലമുളക്, എരിവുള്ള വത്തലമുളകാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 5 to 6 നമ്മുടെ തേങ്ങ കട്ട് ചെയ്ത് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 4 to 5 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിലും ഇടാം, അല്ലെങ്കിൽ വെളുത്തുള്ളി ആണെങ്കിലും ആഡ് ചെയ്യുക കേട്ടോ. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇവിടെ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് ചേർത്തേക്കുന്നത്. ഇനി ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഏകദേശം ഈ ഒരു പരുവത്തിൽ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, അതിൻ്റെ ഒരു ടെക്സ്ചർ നന്നായിട്ടൊന്ന് ക്രഷ് ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്, ശരിക്കും അരങ്ങിട്ടില്ല. ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്രഷ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇത് നമ്മുടെ ക്യാബേജിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ലിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ക്യാബേജ് ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മസാലക്കൂട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന, അതായത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരം ഈ വകയെല്ലാം നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്യാബേജ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലക്കൂട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് നമുക്ക് വീണ്ടും ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 3 മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്യുക. വളരെ ടേസ്റ്റിയും നല്ല സൂപ്പർ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ക്യാബേജ് ഫ്രൈ, അതായത് നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡിയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിക്കോളൂ, ടേസ്റ്റി ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് സർവിങ് ബൗളിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ക്യാബേജ് തോരൻ, അതായത് ഈ ഒരു ക്യാബേജ് ഫ്രൈ നമുക്ക് ചോറിൻ്റെ ഒപ്പം മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിയും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന റെസിപ്പിക്കായി നമ്മുടെ ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്ന വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.